ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൽഫായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് എങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ സെൽഫായിട്ടല്ല വന്നത്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് വന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്ക്. എന്തായാലും കാശ് മുടക്കമുള്ള പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെയൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് ബിൽഡിംഗ് ഡോട്ട് ഡി എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി രജിസ്റ്റർ ചെയ്തിടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പാസ്പോർട്ട്, യൂറോപ്പ CV, അതുപോലെ മോട്ടിവേഷൻ ഷൈബുങ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ +2 സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ സൈറ്റിൽ കയറുക. ബിൽഡിംഗ് ഡോട്ട് ഡിയിൽ നമ്മളിപ്പോൾ മെക്കാട്രോണിക്കർ അതുപോലെ തന്നെ ബെർലിനാണ് സ്ഥലം കൊടുത്തത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി ചൂസ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ അവരുടെ കമ്പനിയുടെ പേജിലോട്ട് പോകും. അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എത്ര യൂറോ ആണ് നമുക്കൊരു വർഷം കിട്ടുക, അതുപോലെയുള്ള നമുക്കുള്ള ഉർലോബ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ക്ലാസ് എന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് കഴിഞ്ഞിട്ട് എസ്റ്റ് ബെവർബൺ കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ അടിച്ച് പോയാൽ മതി. ഇപ്പോൾ കമ്പനിക്കും ഓരോ ടൈപ്പ് മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അതായത് ആ കമ്പനി ഏത് ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മോട്ടിവേഷൻ ലെറ്റർ, എന്നിട്ട് അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കുക. സൈറ്റിൽ നമ്മൾ എന്തോരം അപ്ലൈ ചെയ്യണോ അതേ കമ്പനികളുടെ മെയിൽ ID നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഗൂഗിളിൽ നിന്ന് മെയിൽ ID എടുത്തിട്ട് അവർക്ക് പേഴ്സണൽ ആയിട്ട് നമ്മൾ മെയിൽ അയക്കുക. ജർമ്മനിലാണ് അയക്കാൻ. അപ്പോൾ അവരുടെ നിന്ന് റിപ്ലൈ കിട്ടണോ നോക്കുക. അങ്ങനെയാണ് ഇവൻ ചെയ്തതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് അയക്കുന്ന ഹൗസ് ബിൽഡിംഗ് ഡോട്ട് ഡിയിൽ നമ്മൾ കയറി ബെവർബും ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ മെയിലായിട്ടും പേഴ്സണലായിട്ടും മെയിൽ അയക്കുകയും ചെയ്യും. കമ്പനിക്ക് നേരിട്ട് മെയിൽ അയക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ നിന്ന് റിപ്ലൈ കിട്ടാറുണ്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതൽ റിപ്ലൈയും കാര്യങ്ങളും കിട്ടിയതാന്ന് പറഞ്ഞത്. അതായത് കമ്പനിയിൽ നിന്ന് റിപ്ലൈ കിട്ടി കഴിഞ്ഞ് പിന്നീട് നമ്മുടെ വിസ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളെ വേണമെന്നൊക്കെ ചോദിച്ചു. അതിപ്പോ ഞാൻ ചോദിച്ച ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കമ്പനിയിൽ നിന്ന് തന്നെ കൊടുക്കുക ചെയ്തത്. എന്നിട്ട് അവർ വഴിയാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തിയത്. വിസ പ്രൊസീജിയേഴ്സിന്റെ പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ക്യാഷ് ആണ് എൻ്റെ ആയിട്ടുള്ളൂ. വേറെ ഏജൻസിക്കൊന്നും ഒരൊറ്റ പൈസ പോലും അടയ്ക്കാണ്ടാണ് പുള്ളി വന്നത്. ഹൗസ് ബിൽഡിംഗ് ഡോട്ട് ഡി, അതുപോലെ തന്നെ വേറെ കുറെ സൈറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അസുബിയോ, അതുപോലെ തന്നെ വേറെ സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗസ് ബിൽഡിംഗ് ഡോട്ട് ഡിയിലാണ് കോമൺ ആയിട്ട് എല്ലാവരും അയച്ചു വന്നത് കാണാറ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ നമ്മളിപ്പോ ക്യാഷ് മുടക്കൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ. സ്വന്തമായിട്ട് കുറച്ച് മെയിൽ IDs സംഘടിപ്പിക്കുക കമ്പനികളുടെ. അതുപോലെ തന്നെ ഈ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഏതാ നമുക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 19 അല്ല ഒരു 100 ആപ്ലിക്കേഷനുകളെങ്കിലും അയക്കാം. അപ്പൊ നമുക്ക് അത്യാവശ്യം റിപ്ലൈ എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറാക്കുക. പിന്നെ ഓരോ കമ്പനിക്കും ഇപ്പോൾ ഇത്ര മാർക്ക് വേണോ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വേണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞ് നമ്മളിപ്പോ ബെവർബും ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഓപ്ഷണൽ ആണ്. അപ്പോൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി. കമ്പനി നമ്മുടെ അടുത്ത് മെയിൽ അയച്ചിട്ട് നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ കാര്യങ്ങൾ പറയും. അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ പറയും. അതുപോലെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആള് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത സർട്ടിഫിക്കറ്റ് വെച്ചാണ് വന്നത്. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചില കമ്പനികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് ചോദിക്കും. അപ്പോൾ അത് വെക്കേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഞാൻ എടുത്തിട്ട് ചെയ്യാതെയും വരാൻ പറ്റുന്നുള്ള ഒരു അറിവാണ് കിട്ടിയത്. ഇതുപോലെ കുറെ പേര് ഇതുപോലെ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആൾക്കാർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് പാസ് ചെയ്യണുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.